കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. കേരള ജേർണലിസ്റ്റ് യൂണിയൻ KJU മലപ്പുറം ജില്ലാ നേതൃ ക്യാമ്പ് നിലമ്പൂർ മഹാഗണി ഹട്ടിൽ ആരംഭിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ ക്രെഡിബിലിറ്റി ഒരു പ്രധാനമാണ്. ഒരു വ്യക്തിയായാലും കമ്പനി ആയാലും പാർട്ടി ആയാലും പത്രമായാലും ഒക്കെ ക്രെഡിബിലിറ്റിക്ക് വലിയ സ്വാധീനമുണ്ട്. ആ ക്രെഡിബിലിറ്റി നിലനിർത്താതെ പോയി കഴിഞ്ഞാൽ എത്ര വലിയ വിഷ്വൽ മീഡിയയിൽ എത്ര വലിയ മാധ്യമ സ്ഥാപനങ്ങളായാലും വെല്ലുവിളികൾ നേരിടും. അപ്പോൾ അതുകൊണ്ട് പരമാവധി വിശ്വാസ്യത നിലനിർത്തി പോകണം. പ്രത്യേകിച്ച് പ്രാദേശിക വാർത്താ ചാനലുകൾക്കും അതിൽ വലിയ പ്രസക്തിയുണ്ട്. പ്രാദേശിക ചാനലുകൾ ഇന്ന് ജനങ്ങൾ കൂടുതൽ കാണുന്നുണ്ട്. കാരണം അവരുടെ വീട്ടുമുറ്റത്തുള്ള കാര്യം, അവരുടെ ചുറ്റുപാടുമുള്ള കാര്യം, അത് കുറെ കൂടി നല്ല രീതിയിൽ നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ അവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയും. ജനങ്ങൾക്ക് ഇന്ന് വിഷ്വൽ ഏത് മീഡിയ സംവിധാനമായാലും അവർക്ക് യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രാദേശിക തലത്തിലുള്ള വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ചിലരൊക്കെ പറയാറുണ്ട്, പ്രാദേശിക വാർത്തകൾ പത്രങ്ങളുടേതായാലും ചാനലുകളുടേതായാലും പ്രാദേശിക വാർത്തകളാണ് ഞങ്ങളൊക്കെ കുറെ നോക്കാറുള്ളത് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ പ്രാദേശിക വാർത്തകൾക്ക് ഇന്ന് ജനങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് പ്രാദേശിക വാർത്തകളെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ പ്രാദേശിക വാർത്താ മാധ്യമങ്ങൾക്ക് നല്ല പ്രസക്തി കിട്ടും, വിശ്വാസ്യത കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. ഈ മാറുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒക്കെ ചിന്തിക്കണം. അതിലൂടെ മാധ്യമ പ്രവർത്തനത്തെ കൂടുതൽ ശക്തമാക്കാൻ എന്ത് കഴിയും എന്ന് ആലോചിക്കണം. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു, AI പോലെയുള്ള ഇന്നത്തെ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് വിനിയോഗിക്കാൻ കഴിയണം. അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സോഷ്യൽ മീഡിയ ആയാലും മറ്റു മാധ്യമങ്ങളായാലും അത് എല്ലാ സീമകളും ലംഘിച്ച്, എല്ലാ പരിമിതികളും ലംഘിച്ച് ഇന്ന് വ്യക്തികൾക്കെതിരെയും അല്ലെങ്കിൽ ഒരു വിഭാഗങ്ങൾക്കെതിരെയും ഒക്കെ വലിയ രീതിയിൽ ആക്ഷേപത്തിനുള്ള ഒരു വേദിയാക്കി മാറ്റുന്ന സാഹചര്യമുണ്ട്. അത് അധികകാലം നമുക്ക് നിലനിർത്താൻ കഴിയില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ അതിനും തിരിച്ചടി ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ഈ കൂട്ടായ്മ ഇവിടെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചു. അതിനകത്ത് വളരെ കാലം മുമ്പ് തന്നെ 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വളരെ സജീവമായി ഞങ്ങൾക്കിടയിൽ എന്ന ഗവൺമെൻറ്റിനിടയിൽ ചർച്ച ചെയ്ത വിഷയമാണ് മാധ്യമ പ്രവർത്തകർക്കുള്ള ഇത്തരത്തിലുള്ള പെൻഷൻ കാര്യങ്ങളും മറ്റു ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ. പിന്നീട് അത് മുന്നോട്ട് പോയിട്ടില്ല. ആ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകും എന്ന് സൂചിപ്പിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ മലപ്പുറം ജില്ലാ നേതൃത്വ ക്യാമ്പിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രാദേശിക മാധ്യമപ്രവർത്തകരും സ്റ്റാഫ് റിപ്പോർട്ടർമാരും ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ ട്രേഡ് യൂണിയൻ സംഘടനയാണ് KJU. സംഘടനയുടെ ജില്ലാ നേതൃ ക്യാമ്പ് ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം, ആധുനിക മാധ്യമപ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിവിധ ക്ലാസുകൾ, സംഘടനാ ചർച്ചകൾ, കലാപരിപാടി, സമാപന സമ്മേളനം എന്നിങ്ങനെയാണ് വിവിധ സെഷനുകൾ നടക്കുന്നത്. ആര്യടൻ ഷൌക്കത്ത് MLA മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. KJU ജില്ലാ സംസ്ഥാന നേതാക്കളായ അനിൽ വിശ്വാസ്, KC സ്മിജൻ, EP രാജീവ്, IJU ദേശീയ സമിതി അംഗം ബോബൻ B കിഴക്കേത്തറ എന്നിവർ സംബന്ധിച്ചു. KJU ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കാർത്തിക് കൃഷ്ണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AI ടൂളുകളെ സംബന്ധിച്ച് പ്രമുഖ AI ഫാക്ട് ചെക്കർ ഹബീബ് റഹ്മാൻ ക്ലാസ് എടുത്തു. മമ്പാട് കോളേജ് മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളും ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.